Short bones, their shape is usually cuboid, cuneiform, trapezoid, scaphoid. Example, tarsal and carpal bones. നമ്മുടെ കാലിൽ വരുന്നതും കാർപ്പൽ ഭാഗത്ത് വരുന്ന ബോൺസിനെയാണ് ഈ ഷോർട്ട് ബോൺസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ദിയർ ഷേപ്പ് എന്താണ്? ക്യൂബോയിഡ്, ക്യൂണിഫോം, ട്രപ്പീസോയിഡ് ആൻഡ് സ്കഫോയിഡ്. ഇതിനുള്ള എക്സാമ്പിൾസ് ആയിരിക്കാണ് ടാർസൽ ആൻഡ് കാർപ്പൽ ബോൺസ്. ബോൺസ് ആയിട്ടുള്ള നമ്മുടെ കാർപ്പൽ ബോൺസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പറയുന്നു ലൂനേറ്റ്, ക്യാപിറ്റേറ്റ്, ട്രക്യൂട്രൽ, പിസിഫോം, സ്കഫോയിഡ് ആൻഡ് അവിടെ ട്യൂബറോസിറ്റി. ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും? ട്യൂബർക്കിൾ എന്ന് പറയുന്നത്. സ്കഫോയിഡ് ആൻഡ് ഇറ്റ്സ് ട്യൂബർക്കിൾ. ബോൺസിന് എന്ന് പറയുന്നത് ട്രപ്പീസിയം, പിന്നെ അവിടെ ക്രസ്റ്റ്. പിന്നെ ഈ ഒരു പോർഷനാണ് ട്രപ്പീസോയിഡ് എന്ന് പറയുന്നത്, സ്മോൾ ബോൺസ് എന്നറിയപ്പെടുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ബോണിനെ കുറിച്ച് പഠിക്കാം. ഫ്ലാറ്റ് ബോൺസ്. ഫ്ലാറ്റ് ബോൺസ് എന്ന് പറയുന്നത് ഇറ്റ് റിസംബിൾസ് ഷാലോ പ്ലേറ്റ് ആൻഡ് ഫോം ബൗണ്ടറീസ് ഓഫ് സർട്ടൈൻ ബോഡി കാവിറ്റി. എക്സാമ്പിൾ ബോൺസ് ഇൻ ദ വാൾട്ട് ഓഫ് ദ സ്കൾ, റിബ്സ്, സ്റ്റേർണം, സ്കാപ്പുല എന്നാണ് പറയുന്നത്. ഈ ഒരു ഫ്ലാറ്റ് ബോൺസ് എന്ന് പറയുന്നത് ഷാലോ പ്ലേറ്റ് ആൻഡ് ഫോം ലൈക്ക് എ ബൗണ്ടറീസ് ഫോർ സർട്ടൈൻ ബോഡി കാവിറ്റീസ്. ഇതായിരിക്കാണ് ബോൺസ് ഇൻ ദ വാൾട്ട് ഓഫ് ദ സ്കൾ. പിന്നെ റിബ്സ്, സ്റ്റേർണം, സ്കാപ്പുല, ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് ബോൺസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ഷാലോ പ്ലേറ്റ്. മനസ്സിലായല്ലോ? ഇത് നമ്മുടെ റിബ്സിൻ്റെ ഫിഗറാണ്, ഇത് സ്കാപ്പുലയുടെ ഫിഗറാണ്. അപ്പം ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് ബോൺ. അടുത്ത ബോണാണ് റെഗുലർ ബോൺസ്. അതിൻ്റെ എക്സാമ്പിളാണ് വെർട്ടിബ്ര, ഹിപ്പ് ബോൺസ്, ബോൺസ് ഇൻ ദ ബേസ് ഓഫ് ദ സ്കൾ, സ്കളിൻ്റെ ബേസിൽ വരുന്ന ബോൺസ്. പിന്നെ വെർട്ടിബ്ര ആൻഡ് ഹിപ്പ് ബോൺ, ഈ ഒരു ബോൺസിനാണ് നമ്മൾ പറയുന്നത് എന്താണ്? ഇറഗുലർ ബോൺസ്. അതിൻ്റെ ഫിഗർ പോയി നോക്കാം. ഇതാണ് നമ്മുടെ ഇറഗുലർ ബോൺസ് എന്ന് പറയുന്നത്. ഇവിടെ അറ്റ്ലസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്താണ് സെക്കൻഡ് സെർവിക്കൽ എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ഈ ഒരു ബോൺസ് എന്താണ്? ഒരു ഇറഗുലർ ഷേപ്പ് ആയതുകൊണ്ട് ഇറഗുലർ ബോൺ എന്ന് പറയുന്നു. ഓക്കെ, ഇനി അടുത്ത ബോൺസിൻ്റെ പേര് നോക്കാം. ന്യൂമാറ്റിക് ബോൺസ് എന്നാണ് പറയുന്നത്. നോക്കാം. സർട്ടൈൻ ഇറഗുലർ ബോൺസ് കണ്ടെയ്ൻ ലാർജ് എയർ സ്പേസ് ലൈനഡ് ബൈ എപ്പിത്തീലിയം. എക്സാമ്പിൾ സ്ഫീനോയിഡ്, എത്തിമോയിഡ്, എക്സെട്ര. ദേ മേക്ക് ദ സ്കൾ ലൈറ്റ് ഇൻ വെയ്റ്റ് ആൻഡ് ഹെൽപ്പ് ഇൻ റെസൊണൻസ് ഓഫ് വോയിസ്, ആക്ട് ആസ് എയർ കണ്ടീഷനിങ് ചാമ്പേഴ്സ് ഫോർ ഇൻസ്പയർഡ് എയർ. എപ്പിത്തീലിയം ലൈൻ ചെയ്തേക്കുന്ന ലാർജ് എയർ സ്പേസസ് ഉള്ള ഇറഗുലർ ബോൺസിനെയാണ് നമ്മൾ ന്യൂമാറ്റിക് ബോൺസ് പറയുന്നത്. അപ്പം അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ മാക്സില എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വായിൻ്റെ മുഖത്തുള്ള ഭാഗത്തുള്ള ബോൺസിനാണ് മാക്സില എന്ന് പറയുന്നത്. പിന്നെ സ്ഫീനോയിഡ്, എത്തിമോയിഡ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ന്യൂമാറ്റിക് ബോൺസിനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നതും. പിന്നെ അതിൽ വരുന്ന ബോൺസ് ഏതൊക്കെയാണ്? ഇത് മാക്സിലയും സ്ഫീനോയിഡും എത്തിമോയിഡും ഒക്കെ വരുന്ന ബോൺസുകളാണ്. അതിൻ്റെ ഫിഗർ ഇതാണ് നമ്മുടെ ന്യൂമാറ്റിക് ബോൺസിൽ വരുന്നത്. എത്തിമോയിഡ് ബോണാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്? ആല എന്ന് പറയും. ആല എന്ന് പറഞ്ഞാൽ വിങ്സ് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു പോർഷനെ നമ്മൾ എന്ത് പറയുന്നത്? ക്രിസ്റ്റ ഗല്ലി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സെൽസൊക്കെയാണ് എത്തിമോയിഡ് സെൽസ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ എന്താ പറയുക? നേസൽ സ്ലിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ രീതിയിൽ കാണപ്പെടുന്ന നമ്മൾ എന്ത് പറയുന്നു? എത്തിമോയിഡ് ഗ്രൂവ്സ് എന്ന് പറയുന്നു. പിന്നെ ഓർബിറ്റൽ പ്ലേറ്റ്, ഇത്രയും ഒരു വലിയൊരു പോർഷൻ എന്ന് പറയുന്നു ഓർബിറ്റൽ പ്ലേറ്റ്. ഈ ഒരു പ്ലേറ്റ് നമ്മൾ പറയുന്നത് ക്രിബ്രിഫോം പ്ലേറ്റ് എന്ന് പറയുന്നത്. ന്യൂമാറ്റിക് ബോൺസിൽ വരുന്ന ആൾക്കാർ. മാക്സില വരുന്നുണ്ട്, എത്തിമോയിഡ് ബോൺസ് വരുന്നുണ്ട്, സ്കിഫോയിഡ് ബോൺസ് വരുന്നുണ്ട്. ഈ ന്യൂമാറ്റിക് ബോൺസ് ക്ലിയർ ആയി വിചാരിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യും? ആറാമത്തെ ബോണാണ് നമ്മുടെ സിസമോയിഡ് ബോൺസ് എന്ന് പറയുന്നത്. സിസമോയിഡ് ബോൺസ് എന്താണ് നോക്കാം. ദീസ് ആർ ബോണി നോഡ്യൂൾസ് ഫൗണ്ട് എംബഡഡ് ഇൻ ദ ടെൻഡൻസ് ഓർ ജോയിന്റ് ക്യാപ്സ്യൂൾസ്. They have no periosteum and ossify after birth. They are related to an articular and non-articular bony surface, and the surface of the contact are covered with hyaline cartilage and lubricated by a or synovial membrane. Its example patella, pisiform, fabella, etc. So bones functions are like to resist pressure, to minimize friction, and to alter the direction of pull of the muscle and to maintain the local circulation. Joint capsule അല്ലെങ്കിൽ ടെൻഡൻസ് ഇവയൊക്കെ എന്ത് ചെയ്യുന്നു? ബോണി നൊഡ്യൂൾസ് ആയിട്ട് കാണപ്പെടുന്ന ബോൺസിനെയാണ് നമ്മൾ സിസമോയിഡ് ബോൺസ് എന്ന് പറയുന്നത്. ഈ ഓസ്റ്റിയം ഇല്ല, അതേപോലെ ഓസ്റ്റിയം ആൻഡ് ഓസിഫൈ ആഫ്റ്റർ ബർത്ത്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ദേ ആർ റിലേറ്റഡ് ടു ആൻ ആർട്ടിക്കുലർ ഓർ നോൺ ആർട്ടിക്കുലർ ബോണി സർഫസ്. സിസമോയിഡ് ബോൺസിൻ്റെ സർഫസ് കവർ ചെയ്തേക്കുന്ന ഹൈലൈൻ കാർട്ടിലേജും പിന്നെ ലൂബ്രിക്കേറ്റഡ് ബൈ എ ബർസ ഓർ സൈനോവിയൽ മെംബ്രെയിൻ. ഇത്രയുമാണ് നമ്മുടെ സിസമോയിഡ് ബോൺസിൻ്റെ പ്രത്യേകത. പിന്നെ ഇവിടെ എക്സാമ്പിൾസ് ആണ്. ആരൊക്കെയാണ്? പാറ്റല, പിസിഫോം, ഫെബല്ല, ഇതൊക്കെയാണ് നമ്മുടെ സിസമോയിഡ് ബോൺസിനെ കുറിച്ചുള്ള എക്സാമ്പിൾ. പിന്നെ ഒരു ഫംഗ്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ടു റെസിസ്റ്റ് ദ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഇതാണ് ഈ സിസമോയിഡ്സിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വെച്ചാൽ മിനിമൈസ് ദ ഫ്രിക്ഷനെ മിനിമൈസ് ചെയ്യുക. പിന്നുള്ളത് ടു ആൾട്ടർ ദ ഡയറക്ഷൻ ഓഫ് പുൾ ഓഫ് ദ മസിൽ. പിന്നെ വരുന്നതാണ് ടു മെയിൻറ്റെയിൻ ദ ലോക്കൽ സർക്കുലേഷൻ. ഈ ഒരു ഫിഗറിൽ കാണുന്ന ഈ ഒരു ബോണിൻ്റെ പേരാണ് സിസമോയിഡ് ബോൺ. നമ്മുടെ പാറ്റല, നമ്മുടെ മുട്ടിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു ബോണാണ് നമ്മൾ സിസമോയിഡ് ബോൺസിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ബോണാണ് ആക്സസറി ബോൺസ് അല്ലെങ്കിൽ സൂപ്പർ ന്യൂമററി ബോൺസ് എന്ന് പറയുന്നത്. അവർ പ്രത്യേകം എന്താ? ആർ നോട്ട് ആൾവേസ് പ്രസൻറ്റ്. ഇവർ എപ്പോഴും പ്രസൻറ്റബിൾ അല്ല. may occur as ununited epiphyses developed from center of ossification. Example sutural bones, os trigonum, lateral tubercle of talus, os basalinium, tuberosity of fifth metatarsal, etc. Legal practice, accessory bones may be mistaken for fracture. However, these are often bilateral and have smooth surface without any callus.